അല്ല പറയുന്ന ഒന്നാമത്തെ സ്വഭാവമാ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവന് ഫിർദൗസിന്റെ അവകാശിയാണ്. ആ ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്, ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാന്. അത് ചെയ്യാതെ സമാധാനം കിട്ടൂല, അത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റൂല. പടച്ചവനെ അങ്ങനെ ഉള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കാവുള്ളത്? ഏതോ പുറകിൽ നിൽക്കുന്നവനോട് പറഞ്ഞു കേറിയിരിക്കാൻ, നിങ്ങളൊന്ന് മുമ്പോട്ടിരിക്കാൻ. എന്തിനാ എന്റെ വഅദ് കേൾക്കാൻ ആൾക്കാർ ഒരുപാട് വന്നെന്ന് തെളിയിക്കാനല്ല. പിന്നെ എന്തിനാണ് കേറിയിരിക്കാൻ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്, ദുനിയാവിൽ രണ്ട് സ്വർഗമുണ്ട്. ആ രണ്ട് സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗം ഏതെന്നറിയുമോ? ഈ വഅദ് പറയുന്ന മജ്ലിസാണ്, ഇൽമു പറയുന്ന മജ്ലിസാണ്. 27 ഖുർആൻ പഠിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന മക്കളിരിക്കുന്ന മജ്ലിസാ. എടോ ചന്ദനം ചാരിയ ചന്ദനം മണക്കുമെന്നാണ്. ഈ 27 മക്കളുടെ ചാരത്ത് വന്ന് നിനക്കിരിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു ഭാഗ്യമാ ചെറുപ്പക്കാരാ. വാപ്പാ, അതിനൊരു യോഗം വേണമല്ലോ. ഈ കാണുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും ലക്ഷക്കണക്കിന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് വലം ചെയ്തുകൊണ്ടിരുന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ മലക്കുകൾ ചിറക് ചാഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗമല്ലേ 27 മുതഅല്ലിമീങ്ങള്. അവരെ എടാ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുണ്ടല്ലോ, നമ്മൾ മക്കളെ എടാ എന്ന് വിളിക്കാറില്ലേ? എന്നാൽ ബഹുമാനം കൊണ്ട് ഇവരെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഖുർആൻ ചുമക്കുന്ന മക്കളുടെ ചാരത്തിരിക്കാൻ അല്ലാഹു നിനക്കൊരവസരം തരുമ്പോ ചിലപ്പോ ഇവരുടെ കൂടെ ഇരുന്നതിന്റെ പേരിലെങ്ങാനും നീ രക്ഷപ്പെട്ടാലോ. അതുകൊണ്ടാണ് കേറിയിരിക്കാൻ പറഞ്ഞത്. എടോ, അല്ല പറയുകയാണ്, ഒരു നല്ല കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഉണ്ടോ പെങ്ങളെ നിനക്ക്? ഞാൻ പറയുകയാണ്, ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ മുഴുവനും സ്വർണം ധരിച്ചവരാണ്. സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല. ഞാൻ പറയുന്നു, ഈ ഖുർആൻ പഠിക്കുന്ന ഒരു മകന് വേണ്ടി പെങ്ങളെ ഇരിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാര്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു സ്വർണം ഊരി കൊടുക്കാൻ പറഞ്ഞ 10 പവൻ ശരീരത്തിലിട്ടവൾ